അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് വളരെ പെട്ടെന്ന് എങ്ങനെയാണ് ഒരു AWS അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഗൂഗിളിൽ പോയിട്ട് AWS കൺസോൾ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. എന്നിട്ട് കിട്ടുന്ന ആദ്യത്തെ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് കുറേ ഡീറ്റെയിൽസ് ഒക്കെ കാണും, ഫ്രീ ഉണ്ട്, പെയ്ഡ് ഉണ്ട് എന്നൊക്കെ. നമ്മളൊരു ഫ്രീ അക്കൗണ്ടാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഓപ്ഷൻ കാണാം, ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ. അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പം നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കാൻ വേണ്ടി പറയും. അപ്പോൾ ഞാനിവിടെ ഒരു ഇമെയിൽ അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് aws_2010.101@outlook.com എന്ന് പറയുന്ന ഒരു ഇമെയിൽ അഡ്രസ്സാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അക്കൗണ്ട് നെയിം ലെറ്റ്സ് AWS സ്റ്റഡി എന്ന് പറഞ്ഞ് കൊടുക്കാം. എന്നിട്ട് ക്ലിക്ക് ഓൺ വെരിഫൈ. ഇങ്ങനെ വെരിഫൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഇമെയിലിനകത്തേക്ക് ഒരു AWS എടുക്കുന്ന ഒരു ഇമെയിൽ വരും, വിച്ച് ആക്ച്വലി ടോക്സ് അബൌട്ട് ഒരു കോഡ് ഉണ്ടാവും. ആ കോഡ് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് പറയുക. സോ ഇതാണ് എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. സോ വെരിഫിക്കേഷൻ കോഡ് Ctrl+C ആൻഡ് ദെൻ ജസ്റ്റ് മേക്ക് ഇറ്റ് ഷെയർ ആൻഡ് ദെൻ വെരിഫൈ. അപ്പോൾ ഇതിനകത്തൊരു റൂട്ട് പാസ്വേഡ് കൊടുക്കും. അത് റൂട്ട് യൂസറിൻ്റെ ഒരു പാസ്വേഡ്, ഈ പെർട്ടിക്കുലർ യൂസറാണ് റൂട്ട് യൂസർ, അതിൻ്റെ പാസ്വേഡ് കൊടുക്കും. സോ വാട്ട് എവർ ഇസ് ദ പാസ്വേഡ് that you would like to provide, you can provide. So ഞാനൊരു പാസ്വേഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടിന്യൂ ടു നെക്സ്റ്റ് സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പിലാണ് നിങ്ങൾക്ക് ഫ്രീ ആണോ വേണ്ടത്, പെയ്ഡ് ആണോ വേണ്ടത്. ദർ ഈസ് എ ബെനിഫിറ്റ്സ് ഫോർ ഫ്രീ, ദർ ഈസ് ബെനിഫിറ്റ് ഫോർ പെയ്ഡ്. പക്ഷേ നമുക്ക് ഇപ്പം പഠിക്കുന്ന കേസിലായതുകൊണ്ട് നമുക്ക് യു ക്യാൻ ചൂസ് ഫ്രീ. ഓക്കെ, ഇവിടെ നിങ്ങൾ ഡീറ്റെയിൽസ് കൊടുക്കുക. അഗെയിൻ ഐ എം നോട്ട് ഷോയിങ് ദ ഡീറ്റെയിൽസ് ഹിയർ, so I'm just going to skip this particular part from recording, but you just provide the details here. Okay, recording in progress. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിങ്ങൾ ഈ പറയുന്നത് പോലെ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ഇൻഫർമേഷൻ കൊടുക്കണം. അഗെയിൻ ദർ ആർ ചില മെത്തേഡ്സ് ഉണ്ട് നമ്മളെങ്ങനെ ഈ എബവ് ദി ലിമിറ്റ് നമ്മൾ പോവാതെ എങ്ങനെ കൺട്രോൾ ചെയ്ത് വെക്കണം എന്നൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ഇത് ക്രെഡിറ്റ് കാർഡ് ഇൻഫർമേഷൻ കൊടുക്കാതെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. സോ യു ഹാവ് ടു പ്രൊവൈഡ് എ ക്രെഡിറ്റ് കാർഡ് ഇൻഫർമേഷൻ. അഗെയിൻ ഐ എം നോട്ട് ഗോയിങ് ടു ഷോ മൈ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ്. അതുകൊണ്ട് ഞാൻ റെക്കോർഡിങ്സ് പോസ് ചെയ്യാണ്. പക്ഷേ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു ഹാവ് ടു പ്രൊവൈഡ് ദിസ് ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഇമെയിൽ കിട്ടും AWSൻ്റെ എടുക്കുന്നത് തന്നെ. ഫോർ എക്സാമ്പിൾ ഇങ്ങനൊരു ഇമെയിൽ, ലെറ്റ് മീ ഷോ യു ഹിയർ. റിസോഴ്സസ് ഒക്കെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് AWSൻ്റെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. റിസോഴ്സ് ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് റിസോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് ക്ലിക്ക് ചെയ്യാൻ പറ്റും. ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് എൻ്റെ US-ലുള്ള അഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ്. സോ യു ക്യാൻ സീ ഡിഫോൾട്ട്സ് US. പക്ഷേ നിങ്ങൾ ഇന്ത്യയിൽ ഡീറ്റെയിൽസ് ആണ് കൊടുക്കുന്നത് എങ്കിൽ ഇറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി ഗോ ടു ഈദർ മുംബൈ ഓർ ഹൈദരാബാദ്, വേറെ ഒരു ലൊക്കേഷൻ. നമ്മളിപ്പോൾ കേരളത്തിൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഹൈദരാബാദാണ് ക്ലോസസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ക്ലോസസ്റ്റ് ആയിട്ടുള്ള അവിടത്തേക്കാണ് കൊടുക്കുക. ബട്ട് യു ക്യാൻ ഓൾവേസ് സ്വിച്ച് ബിറ്റ്വീൻ എനി കൺട്രി, എനി പ്ലേസ്, റൈറ്റ്. ദിസ് ഇസ് നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഗ്ലോബലി പോകാൻ പറ്റും ഒരു ജസ്റ്റ് ഒരു നിമിഷം കൊണ്ടുവന്ന്. ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിന് മുന്നേ നമ്മൾ ഒരു വീഡിയോയിൽ AWS റീജിയൻ എന്താണെന്ന് പറഞ്ഞിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് AWS റീജിയൻസ്. യു ക്യാൻ സീ ഹിയർ മാനേജ് റീജിയൻസ്, മാനേജ് ലോക്കൽ സോൺസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഓക്കെ, ബട്ട് എനിവേ നമ്മൾ അതിനകത്തൊക്കെ വരാം. പക്ഷേ ഇതാണ് ഇനീഷ്യൽ സാധനങ്ങൾ. ഞാനിപ്പം ഇതിനകത്ത് വേറെ ഇൻസ്റ്റൻസും കാര്യങ്ങളൊന്നും റൺ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഡാറ്റ കനോട്ട് ബി റിട്രീവ്ഡ്, അൺഎബിൾ ടു ലോഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സാധനങ്ങൾ വരുന്നത്. ഓൾസോ ഐ ഹാവ് ടു അപ്ഡേറ്റ് മൈ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് പ്രോപ്പർലി. നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് പ്രോപ്പറായിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ യു വിൽ നോട്ട് ബി able to use the resource. But anyway, this is the method by which you will be able to create a AWS account. നമുക്ക് AWS account ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു EC2 ഇൻസ്റ്റൻസ് എങ്ങനെ സ്പിൻ ചെയ്യാം എന്നുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം.